നമസ്തേ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ GST ബിൽ ത്രൂ നമുക്ക് റീഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. GSTയിൽ റീഫണ്ട് എന്നുള്ള പ്രൊസീജിയർ ഉണ്ടോ? നമ്മൾ വൺസ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ഉണ്ടോ? ഇൻകം ടാക്സ് ആയിട്ട് പകരമൊക്കെ റീഫണ്ട് എന്നുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ GSTയിൽ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. GSTയിൽ ശരിക്കും ഞാൻ റീഫണ്ട് എന്നുള്ള പ്രൊസീജിയർ നമുക്കുണ്ട്. അതിന് പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് മാത്രമേ GST റീഫണ്ട് ഉള്ളൂ. കാരണം നമുക്ക് ഇൻപുട്ടൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ കാര്യത്തിനാണ് നമ്മൾ GSTയിൽ റീഫണ്ട് ഉള്ളതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് പ്രൊസീജിയേഴ്സ് പറയുന്നത്, ഒന്ന് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, അതിന് നമുക്ക് റീഫണ്ട് നമുക്ക് കിട്ടുന്നത്. ഒന്ന് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, അതായത് നമ്മൾ എക്സ്പോർട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ റീഫണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന ഓപ്ഷനിലും നമുക്ക് അത് കിട്ടും. നമുക്ക് രണ്ടും രണ്ടായിട്ട് പരിശോധിക്കാം. എന്താണ് ഈ എക്സ്പോർട്ട് ഓഫ് ഡ്യൂട്ടീസിന് മുകളിൽ വരുന്നത്? എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് സാധനം ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കുക. അപ്പം അതിന് ചിലപ്പോൾ ചില ഗുഡ്സിന് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എക്സ്പോർട്ടിന് അയക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് സാധനങ്ങൾ ഡ്യൂട്ടി അടച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. എക്സ്പോർട്ട് ഓഫ് ഡ്യൂട്ടി അടച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്യൂട്ടി അടക്കാണ്ട്, 0 റേറ്റിൽ ഡ്യൂട്ടി അടക്കാണ്ടും, അല്ലെങ്കിൽ LUT ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്നുള്ള സംഭവം മുഖാന്തരം ഡ്യൂട്ടി അടക്കാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഡ്യൂട്ടി അടച്ചിട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് എന്തായാലും അതിൻ്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അതിന് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് ആ രീതിയിൽ അങ്ങനെ പോകും. ഇത് രണ്ടും ഓപ്ഷണലാണ്, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം എക്സ്പോർട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത്. ഇനി ഡ്യൂട്ടി അടക്കാണ്ട്, സാധാരണഗതിയിൽ മോസ്റ്റ് പ്രോബ്ലി എവരിത്തിങ്ങോട്ട് ഡ്യൂട്ടി അടക്കാണ്ടാണ് നമുക്ക് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്, ഒരു ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്നൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കസ്റ്റംസിന് നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ട് അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കൊടുത്തിട്ടാണല്ലോ, GST കൊടുത്തിട്ടാണല്ലോ നമ്മൾ അത് ഉണ്ടാക്കുക. അപ്പോൾ അതിന് ഇൻപുട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഇൻപുട്ട് നമുക്ക് അക്യൂമുലേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. കാരണം ഇതിപ്പോൾ ഡ്യൂട്ടി അടക്കാണ്ട് നമ്മൾ പോകുമ്പോൾ ഇത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവില്ല. ഔട്ട്പുട്ട് ഡ്യൂട്ടി ഉണ്ടാവില്ല, പക്ഷേ ഇൻപുട്ട് മാത്രം വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രം നമുക്ക് അവിടെ ഇൻപുട്ട് മാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് GST ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ അതിനൊരു ഫോം ഉണ്ട്. ആ ഫോമിൽ ത്രൂ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്യൂട്ടി, നമ്മുടെ ഷിപ്മെൻറ്റ് ഡീറ്റെയിൽസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മൾ ഇൻപുട്ട് എടുത്തതും ഷിപ്മെൻറ്റ് നമ്മൾ എന്താ സാധനം പുറത്തേക്ക് അയച്ചത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡ്യൂട്ടി നമുക്ക് തിരിച്ചു കിട്ടും. ഇനി LUT മുഖാന്തരം എന്ന് പറഞ്ഞാൽ LUT എന്നൊരു അണ്ടർടേക്കിംഗ് ആണ്. അത് മുഖാന്തരം പോവുകയാണെങ്കിൽ നമുക്ക് ഡ്യൂട്ടി എടുക്കേണ്ടി വരില്ല. ഡ്യൂട്ടി എടുക്കാണ്ട് സംഭവം പുറത്തേക്ക് അയക്കാം. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഇൻപുട്ട് നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് GSTയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 60 ഡേ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ഇയേഴ്സാണ് പറയുന്നത്. 2 ഇയേഴ്സിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ 60ാമത്തെ ദിവസം നമുക്ക് ആ റീഫണ്ട് നമുക്ക് കിട്ടും. നമുക്ക് ആ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഏതിലാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി അഥവാ ഡ്യൂട്ടി കിട്ടാൻ വൈകിയാൽ നമുക്കതിന് ഇൻട്രസ്റ്റ് തരാനുള്ള ഓപ്ഷനും നമുക്ക് കിട്ടാനുള്ള അധികാരം നമുക്കുണ്ട്. അതായത് 6% വരെ ഇൻട്രസ്റ്റ് നമുക്കത് കിട്ടും. നമുക്ക് എത്രയാണോ നമ്മുടെ ഡ്യൂട്ടി അതിൻ്റെ 6% വരെ നമുക്ക് കിട്ടും. ഇനി അത് കോടതി മുഖാന്തരം, അപ്പീൽ മുഖാന്തരമാണ് കിട്ടുന്നതെങ്കിൽ 9% വരെ കിട്ടാനുള്ള സംവിധാനമുണ്ട്. സോ അങ്ങനെ ഡ്യൂട്ടി നമുക്ക് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡ്യൂട്ടി അടക്കാണ്ട് നമ്മൾ പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ത്രൂ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ, ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇത് നമുക്ക് അക്യൂമുലേറ്റഡ് നിൽക്കുകയാണ്. സോ ആ അക്യൂമുലേറ്റഡ് ആയ ഗുഡ്സിൻ്റെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ GSTൻ്റെ ഫോമിൽ നമ്മൾ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 ഡേയ്സിനുള്ളിൽ കിട്ടും. നമ്മളത് കൺസേൺഡ് ഓഫീസേഴ്സിന് അപ്ലൈ ചെയ്യുക. GST ഓഫീസറിന് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്. ആ ഫോമിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ഡ്യൂട്ടി കിട്ടാൻ വൈകുകയാണെങ്കിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് തരാനുള്ള ഓപ്ഷൻ ഉണ്ട്. 6% വരെ സാധാരണഗതിയിലും, അല്ല അപ്പീൽ ത്രൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് 9% വരെ നമുക്ക് കിട്ടാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. ഇതാണ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില ഗുഡ്സ് ഒക്കെ ഉണ്ടാവും. ചില ഗുഡ്സിന് ഇൻപുട്ട്, അതായത് റോ മെറ്റീരിയൽസിന് ഹയർ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിരിക്കും. അതിന് ഒരുപാട് ഇപ്പോൾ 18% ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ആ ഗുഡ്സ് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് അത്രയും ഡ്യൂട്ടി ഉണ്ടാവില്ല, ഒരു 5%. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില കെമിക്കൽസിനൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പം അതിന് 18% നമ്മൾ ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്യൂട്ടി 18%, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡ്യൂട്ടി 5%. അപ്പോൾ അതിനകത്തൊരു 13% ഡിഫറൻസ്. എക്സാമ്പിളാണ് ഞാൻ സൈറ്റ് ചെയ്തത്. ഒരു 13% ഡ്യൂട്ടി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നഷ്ടമാണ്, ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു നഷ്ടമാണ് വരിക. അപ്പോൾ ഇതിനാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ വരുന്ന ഗുഡ്സിന് നമുക്ക് റീഫണ്ടിന് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ വരുന്ന ഒരു ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ റീഫണ്ടിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് GSTയിൽ നമ്മളത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസേൺഡ് പ്രിസ്ക്രൈബ്ഡ് പീരീഡിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോമാറ്റിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ജെന്യുവിനിറ്റിയും വരികയാണെങ്കിൽ
കൺസേൺഡ് ഓഫീസേഴ്സ് നമുക്കത് ആപ്ലിക്കേഷൻ തരും. ഇതിൻ്റെ അത് എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 6%, നേരത്തെ പറഞ്ഞ 6%, 9% ആയിട്ടുള്ള ഡിലേ വരുന്നെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് തരാനുള്ള അധികാരമുണ്ട്. സോ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലും നമുക്കത് കിട്ടും. നമുക്കിത് കിട്ടുന്ന ഏതിലേക്കാണ് ഇത് വരിക എന്നുള്ളതാണ്. അപ്പം ഇത് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ കൊടുക്കുന്ന നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ GST രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ബാങ്കിലേക്ക്, ഏത് കൺസേൺ ബാങ്ക്, അത് SBI അക്കൗണ്ട് ആവാം, കറണ്ട് അക്കൗണ്ട് ആവാം, ഏത് ബാങ്ക് ആവാം, അത് ഏത് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ആവാം, കോപ്പറേറ്റീവ് ബാങ്ക്സ് കഴിഞ്ഞും കൊടുക്കാണ്ട്, കാരണം ഈ ട്രാൻസാക്ഷൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ട്. സോ ആ ബാങ്കിലേക്ക്, കൺസേൺ ബാങ്കിലേക്ക് നമ്മൾ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും, ഇൻക്ലൂഡിങ് ദ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ കൺസ്യൂമർ വെൽഫെയർ ഫണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി നമ്മൾ കളക്ട് ചെയ്തത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ തന്നെയാണ് അത് അടച്ചതെങ്കിലും, നമ്മൾ തന്നെ ഡ്യൂട്ടി കളക്ട് ചെയ്തെങ്കിലും വേറെ ആൾക്കും അത് ഇട്ട് പോയിട്ടില്ല, അതായത് നമ്മുടെ ഭാഗത്ത് മാത്രമാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് തന്നെയാണ് വരിക. അതേസമയം നമ്മൾ ആ ഡ്യൂട്ടി ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുമ്പം അത് പലർക്കും വീതം വെച്ച് പോകുന്നുണ്ട്. അതായത് പബ്ലിക്കിന് വീതം വെച്ച് പോകുന്നുണ്ട്. ഇപ്പം അൺരജിസ്റ്റേർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പബ്ലിക്കിന് വീതം വെച്ച് പോകുന്നുണ്ട്, അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഗുഡ്സ് ആണെങ്കിൽ അത് കൺസ്യൂമർ വെൽഫെയർ ഫണ്ട് എന്നൊരു അക്കൗണ്ട് ഉണ്ട്. അതിലേക്കാണ് റീഫണ്ട് നമുക്ക് പോവുക. അതായത് നമുക്ക് ആ ഒരു കൺസ്യൂമർ വെൽഫെയർ ഫണ്ട് സർക്കാർ ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ്. അതിലേക്ക് നമുക്ക് ആ ജെനുവിനിറ്റി ഇല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട റീഫണ്ട്, അപ്പം നമുക്ക് കിട്ടേണ്ട മാത്രമേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ, അല്ലാണ്ട് വേറെ ആളതിൻ്റെ എക്സംഷനോ ക്ലെയിമോ എടുത്ത് നമുക്ക് കിട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടേണ്ട അല്ലാത്തതാണെങ്കിൽ ആ കൺസ്യൂമർ വെൽഫെയർ ഫണ്ട് എന്നുള്ള ഇതിലേക്കാണ് പോവുക. അതിൽ ആ കൺസ്യൂമർ വെൽഫെയർ ഫണ്ട് പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, GST ആയിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻസിനും മറ്റേതും വേണ്ടിയിട്ട് സർക്കാർ യൂസ് ചെയ്യുന്ന ഫണ്ടാണ്. അത് ഒരു സെപ്പറേറ്റ് ആക്ട് പ്രകാരം, സെപ്പറേറ്റ് സെക്ഷൻ പ്രകാരം വന്നൊരു ഇതാണ്. അതിലേക്കാണ് പോവുക. അപ്പോൾ ഈ 2 അക്കൗണ്ടിലേക്കാണ് നമ്മൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, അല്ലെങ്കിൽ കൺസ്യൂമർ വെൽഫെയർ ഫണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്ക് പോകും. ഈ 2 ഓപ്ഷൻ അല്ലാണ്ട് GST ആക്ട് പ്രകാരം റീഫണ്ട് എന്നുള്ള ഓപ്ഷൻ നമുക്കില്ല. ബാക്കി നമുക്ക് ഇൻപുട്ട് എടുക്കാം, നമുക്ക് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാമെന്നല്ലാണ്ട് അതായത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൻ്റെ മുകളിലോ മാത്രമേ നമുക്ക് അടച്ച ഡ്യൂട്ടി നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളത് ഇൻപുട്ടായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണം. നമുക്കിപ്പോൾ അക്യൂമുലേറ്റഡ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമ്മളത് ഇൻപുട്ടായിട്ട് അടുത്ത പ്രാവശ്യത്തെ സെയിൽസിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അങ്ങനത്തെ ഗുഡ്സായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അല്ലാണ്ട് നമുക്കത് വൺസ് ഇത് അടച്ചു പോയാൽ തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി ഞാൻ ഈ പേഴ്സണൽ കൺസംഷനൊക്കെ വരികയാണെങ്കിൽ, അത് പേഴ്സണൽ കൺസംഷന് GST ഇല്ല, അങ്ങനത്തെ വരികയാണെങ്കിൽ അത് കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിലേക്കാണ് പോവുക. അല്ലാത്ത പക്ഷം നമുക്കത് GST ഉണ്ടാവുകയില്ല. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക, കൂടുതൽ GST ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.